ഹായ് ഓൾ. അപ്പോൾ എല്ലാ ദിവസവും കാണുന്ന പോലെ അല്ലല്ലോ കേട്ടോ. ഇന്ന് നമ്മുടെ ഇളയാൾ എണീറ്റ് കിടപ്പുണ്ട്. സാധാരണ നിങ്ങൾ കാണുമ്പം ഒന്നുകിൽ ഞാൻ പാല് തിളപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ കായൽ. അപ്പോൾ ഇളയാൾ എണീറ്റ് റെഡിയായി ഞങ്ങൾ കുറച്ച് നേരം ക്യാമറയിൽ നോക്കി ചിരിച്ചുകൊണ്ടൊക്കെ കിടക്കുകയാണ്. മൂത്ത ആൾ സ്കൂളിൽ പോയി. അപ്പോഴത്തേനും നമുക്ക് മീൻ കൊണ്ടുവന്നു കേട്ടോ. നെത്തോലിയും കണമ്പുമായിരുന്നു. കായലിലെ കണമ്പല്ല, നമ്മളെ കടലിലെ കണമ്പാണ് കേട്ടോ. അപ്പോഴത്തേന് നല്ല മഴ പെയ്യുന്നുണ്ട്. ഞാൻ മോര് കറിക്ക് റെഡിയാക്കി കേട്ടോ. കുമ്പളങ്ങ ഇട്ട് മോര് കറിയാണ്. അപ്പം പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ മീൻ വെട്ടി അരപ്പൊക്കെ തേച്ച് വറുക്കാനുള്ളത് മാറ്റി, കറിക്കുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങയൊക്കെ തിരുമ്മി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ ഉള്ളിയൊക്കെ ഉരിക്കാനായിട്ട് നിന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇളയാൾക്ക് ഫുഡൊക്കെ കൊടുത്ത് റെഡിയാക്കി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ടി വി ഒക്കെ കണ്ട് അവിടെ ഇരുന്ന് കഴിച്ചോളും. ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും ഞാനിവിടെ ഉണ്ടോ എന്നൊക്കെ. അപ്പം നമ്മളൊന്ന് സൗണ്ട് വെച്ചാൽ മതി, വിളിക്കുമ്പം എന്താന്ന് വിളിയേട്ടാ മാത്രം മതി. അപ്പോൾ ഉള്ളിയൊക്കെ ഉരിച്ചെടുക്കുകയാണ്. നല്ല മീനായിരുന്നു കേട്ടോ ഇന്നലെ കിട്ടിയത്. നമ്മുടെ നെത്തോലി നല്ല മീനായിരുന്നു, നല്ല പച്ച നെത്തോലിയായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും പീര വറ്റിക്കാമെന്ന് വിചാരിച്ചിട്ട് അതെല്ലാം ഉള്ളിയൊക്കെ റെഡിയാക്കി 2 പേർക്കുള്ള പീര വറ്റിക്കാനുള്ളതും മോര് കറിക്കുമുള്ള ഉള്ളിയെല്ലാം അരിഞ്ഞ് റെഡിയാക്കുവാണ്. അപ്പം ഞാൻ രണ്ടും നമ്മുടെ പീര കാന്താരി മുളകിട്ടാണ് കേട്ടോ വയ്ക്കുന്നത്. നമ്മുടെ വെള്ളക്കാന്താരി ഇട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇതിൽ മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പോൾ ആദ്യം ഞാൻ മോര് കറിക്കുള്ളത് അടിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. നല്ലപോലെ പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം. ഞാൻ ഇതിനകത്ത് തൈര് ചേർത്ത് ഒരുമിച്ച് അടിക്കില്ല. ഞാൻ തൈര് സാധാരണ അല്ലാതെയാണ് ഒഴിക്കാറ്. അപ്പോൾ മോര് കറിയുടെ അരപ്പ് ഞാൻ റെഡിയാക്കി. അപ്പോഴത്തേനും നമ്മുടെ കുമ്പളങ്ങ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരപ്പൊഴിച്ചു. തൈര് ഡയറക്റ്റായിട്ട് ഞാൻ ഒഴിക്കുകയാണ്, അല്ലാതെ മിക്സിയിൽ അടിക്കില്ല കേട്ടോ. അപ്പോൾ അടിച്ച് ഉപ്പൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ മീൻ പീരയ്ക്കുള്ള അരപ്പ് ഞാൻ അരയ്ക്കാനായിട്ട് വയ്ക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കത്തേ ഉള്ളൂ, ഒരുപാട് അരയ്ക്കില്ല. അപ്പോൾ കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം അരച്ചപ്പോൾ അധികം മഞ്ഞ കളറില്ലായിരുന്നു. പിന്നെ ഞാൻ ഒന്നും കൂടെ മഞ്ഞയിട്ട് അടിച്ചതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ ലൈറ്റ് കളറായിട്ട് തോന്നും, പക്ഷേ നല്ല മഞ്ഞ കളറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തേങ്ങ അരപ്പ് ഞാൻ താഴെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മീൻ വെച്ചു. പിന്നെ കുടംപുളി ഇട്ടു, കറിവേപ്പില ഇട്ടു, ഉപ്പിട്ടു. ഇത്ര ഇട്ട് നല്ലപോലെ ഒന്ന്, എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സി കഴുകിയ വെള്ളം ജസ്റ്റ് ഒരു 2-3 സ്പൂൺ അത്രയേ ഉള്ളൂ, അതും കൂടെ ഒഴിച്ച് തിളപ്പിക്കാനാണ്. അപ്പോഴത്തേനും നമ്മുടെ മീനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി നല്ലപോലെ വെന്ത്. ഞാൻ ഉപ്പൊക്കെ നോക്കി കേട്ടോ. ഇച്ചിരി കൂടെ നേരം ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലപോലെ ആവിയൊക്കെ വന്നിട്ട് അത് ഓഫ് ചെയ്ത് ഞാൻ രണ്ടിനും കടുക് താളിക്കാനായിട്ട് വെച്ചോട്ടോ. രണ്ടിനും കൂടെ ഒരുമിച്ചാണ് വെച്ചേക്കുന്നത്. അപ്പം ഞാൻ ഇതിലൊരു അബദ്ധം പറ്റിപ്പോയി. ഞാൻ മോര് കറിക്ക് ഓൾറെഡി മുളക് പൊടി ഇടും നമ്മുടെ കടുക് പൊട്ടിക്കപ്പം. അപ്പോൾ രണ്ടിനും കൂടെ ആണല്ലോ കടുക് പൊട്ടിച്ചത്. അപ്പം അത് അപ്പുറത്തേൽ നമ്മുടെ പീരയിലും കൂടെ ആയിപ്പോയി കേട്ടോ. പക്ഷെ കൊള്ളായിരുന്നു, മുളക് ഇട്ടെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല മീനായിരുന്നു. അത് കഴിഞ്ഞ് മീനൊക്കെ വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ താരം എത്തിക്കഴിഞ്ഞു. പാത്രങ്ങൾ അതിനി കഴുകി ഒതുക്കണം. പാത്രങ്ങളെല്ലാം കഴുകി. അപ്പോൾ ഒരുപാട് പാത്രങ്ങളൊന്നുമില്ലായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ കുറച്ച് പാത്രങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി റെഡിയാക്കിയതിന് ശേഷം സിങ്കൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടു. അപ്പോഴത്തേനും നമ്മുടെ മീനൊക്കെ വറുത്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഒരബദ്ധം പറ്റിപ്പോയി. നമ്മുടെ മീൻ ഇതിൽ ചട്ടിയിൽ ഒട്ടിപ്പോയി കേട്ടോ. കുറച്ച് നേരം മൽപ്പിടുത്തം പിടിച്ചിട്ടാണ് അതൊന്ന് തിരിഞ്ഞ് വന്നത്. വലിയ മീൻ 2 എണ്ണം പൊടിഞ്ഞു പോയി. പിന്നെ ബാക്കി ഇരുന്ന കുറച്ച് ചോറുണ്ടായിരുന്നു തലേ ദിവസത്തെ. അപ്പോൾ അതും ചൂടാക്കാൻ വെച്ചിട്ട് ഞാൻ മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടു. അതിനുശേഷം അടുത്ത ദിവസത്തേക്ക് ഞാൻ അപ്പത്തിന് അരിയിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പച്ചരി ഇടുവാണ്. അപ്പോൾ 3 കപ്പ് പച്ചരി ഇടും കേട്ടോ. അപ്പം 2 ദിവസത്തേക്കൊക്കെ തികയും ഞങ്ങൾക്ക്. അപ്പം 3 കപ്പ് പച്ചരി ഇട്ട് അത് കഴുകി വയ്ക്കുവാണ്. അതിന് ശേഷം പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാനും ഇളയാളും തമ്മിലുള്ള യുദ്ധമാണ്. അപ്പോൾ അയാൾ എല്ലാവർക്കും ടാറ്റ പറയുവാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.
എല്ലാവരും വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാം കേട്ടോ. അപ്പം ഇനി നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക്